അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 35-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. ഇതിൽ രാവും പകലും എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ആണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവ് ഇടിച്ചു കയറി പകലിലേക്ക് വരുമ്പോൾ അത് രാത്രിയാവുന്നു, പകലില്ലാതെയായി പോകുന്നു. അതുപോലെ നേരം വിളക്കുമ്പോൾ പകൽ രാത്രിയിലേക്ക് ഇടിച്ചു കയറി വരുന്നു. അങ്ങനെ പകൽ ഉണ്ടാവുന്നു, രാത്രി ഇല്ലാതെയാവുന്നു. സൂര്യനും ചന്ദ്രനും അതിനൊരു പ്രത്യേക നിയമം കണക്കൊക്കെ ഉണ്ട്, അതിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന നിശ്ചിതമായ ഒരു പരിധി വരെ അങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ അവ രണ്ടും സഞ്ചരിക്കുന്നുണ്ട്. ഭൂമി എവിടെയും സഞ്ചരിക്കുന്നതായിട്ട് ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ആളാണ് നിങ്ങളുടെ അല്ലാഹു. അവനാവുന്നു സർവാധിപത്യവും. അവന് പുറമെ ആരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർ ഈന്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. തിന്നിട്ട് നമ്മൾ കളയുന്ന കുരുവിൻ്റെ പുറത്ത് ചെറിയൊരു പാട ഉണ്ടാവും, അതുപോലും അവരല്ല ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത പോലും അവർക്ക് ഇല്ല. അതായത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാർക്ക് ഒന്നും ഇല്ല. 35-ാമത്തെ സൂറത്ത് 14-ാമത്തെ ആയത്ത്. നിങ്ങൾ ഈ ഔലിയാക്കന്മാരോടൊക്കെ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല, അവർ കേട്ടാലും അവർ ഉത്തരം നൽകുകയില്ല. കാരണം അവർക്ക് അതിനുള്ള കഴിവില്ല. ബാക്കി എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി, അത് അതിൻ്റെ ഇടയ്ക്ക് ഇബ്ലീസ് കിടന്ന് കളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ആ ചോദിച്ച സാധനം ഔലിയായോട് ചോദിച്ചു, അള്ളാഹു തന്നു, നമ്മളെ വീണ്ടും പരീക്ഷിക്കുന്നതായിരിക്കും, നമ്മൾ എന്തുമാത്രം വഴിതെറ്റി പോകും എന്നറിയാൻ. അപ്പോൾ അതായത് അവർ വിളി കേൾക്കൂല, അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല. ഇനി മാശറയിൽ നിൽക്കുമ്പോൾ അവർ പറയും, നിങ്ങൾ എന്ത് കുന്തായി പറയണത്, എനിക്കറിയാൻ പാടില്ല, ഞാൻ ദൈവമാണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഏർപ്പെടുത്തിക്കൊള്ളാമെന്നോ, അല്ലെങ്കിൽ നിലക്കാരനായിട്ട് നിന്നോളാമെന്നോ ഒന്നും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൈയൊഴിയും.